അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പാലും പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുൻസ് ആണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിനി റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഗുലാബ് ജാമുനിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം വേണമെങ്കിൽ വെണ്ണ യൂസ് ചെയ്യാം. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള അല്ലെങ്കിൽ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത വെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അത് 1/4 ടീസ്പൂൺ നിറച്ചും എടുത്തിട്ടില്ല, അതിൽ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുത്താലും മതി. ഇനി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മളെ റവ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കില്ല അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തണുപ്പില്ലാത്ത പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് കുറച്ചായിട്ട് നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊരു സ്റ്റിക്കി ഫോമിലായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളിത് സാധാരണ പൊടി കുഴച്ചെടുക്കണ പോലെ അങ്ങനെ അങ്ങോട്ട് അമർത്തി കുഴച്ചെടുക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ അത് കുറേ സമയം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയും വേണ്ട. കാരണം നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറേ സമയം അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ ആ ഒരു ബേക്കിംഗ് സോഡൻ്റെ എഫക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് കിട്ടിയെന്ന് വരില്ല. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കി ഫോമിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഉരുട്ടിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്കിത് ആ ഒരു സമയം കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ പിന്നെ ഒരു 3-4 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അല്ലാതെ ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു നൂൽപ്പാവ് ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് സാഫ്രോണും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇനി നമുക്ക് ഗുലാബ് ജാമുൻസ് ഓരോന്ന് ഉരുട്ടിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവ് ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു സ്റ്റിക്കി ഫോമിലേക്ക് തന്നെ ആക്കിയെടുക്കാം. എന്നാലേ നമുക്ക് നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ക്രാക്സ് ഇല്ലാത്ത ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ക്രാക്സ് ഇല്ലാതെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മാവിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മുങ്ങി പൊരിയാൻ ആവശ്യമായിട്ടുള്ള അത്ര ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ ബോൾസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ എണ്ണേൻ്റെ ചൂട് എത്ര ഉണ്ടെന്ന്. നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരുള്ളൂ. ചെറുതായിട്ടൊരു ബബിൾസ് വരുന്നതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ സെറ്റ് ചെയ്ത് വെക്കുക. നല്ല ചെറിയ തീയിൽ നല്ല ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. എന്നാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. പക്ഷേ അത്ര കാണാനും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല.
അത്യാവശ്യം നല്ല സമയമെടുത്തിട്ട് തന്നെ പൊരിച്ചെടുക്കണം. പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് ഒന്ന് കൂടും. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ ഈ എണ്ണയിലൊന്ന് തിങ്ങിക്കിടക്കാത്ത രീതിയിൽ ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക, എന്നാലേ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ നല്ല കളറായി കിട്ടുള്ളൂ. നല്ലൊരു കളറായി കിട്ടിയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ ഗുലാബ് ജാമുൻ ബോൾസൊക്കെ ഒന്ന് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനി ഇതാ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതേസമയം നമ്മൾ ഗുലാബ് ജാമുൻ ബോൾസ് ഒന്ന് ചൂടാറി കിട്ടുകയും വേണം. അപ്പോൾ ചൂടാറിയിട്ടുള്ള ഗുലാബ് ജാമുൻ ബോൾസ് ചൂടുള്ള പഞ്ചസാര പാനിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതേസമയം പഞ്ചസാര പാനി അങ്ങനെ തിളച്ചൊരു ചൂടുണ്ടാവാനും പറ്റില്ല, ഒന്നൊരു ചൂടുണ്ടാവണം, അത്രമാത്രം മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗുലാബ് ജാമുൻ ബോൾസൊക്കെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ഷുഗർ സിറപ്പിൽ കിടന്നത് സോക്കായിട്ട് റെഡിയായി കിട്ടും. ഇനി പെട്ടെന്ന് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. വലിയൊരു പരന്ന പാത്രം ആയതുകൊണ്ട് ഷുഗർ സിറപ്പിൽ ഇത് മുങ്ങിക്കിടക്കുന്നില്ല. അപ്പോൾ ഞാനിത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചാനലിൽ കുറേ മുമ്പ് ഒരു ഗുലാബ് ജാമുൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലും സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻസ് ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ കേൾക്കുമ്പോഴാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ പേഴ്സണലായിട്ട് അറിയിച്ചാലും മതി. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.